ടിക്കറ്റ് ക്യാൻസലേഷനിലൂടെ മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് കോടികളുടെ അധിക വരുമാനം ലഭിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ബംഗളൂരു, മൈസൂരു, മംഗളൂരു എന്നീ ഡിവിഷനുകളിലായി കഴിഞ്ഞ 5 വർഷത്തിനിടെ ടിക്കറ്റ് റദ്ദാക്കലുകളും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ ക്യാൻസലേഷനും വഴിയായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ 90.4 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് ഈ വൻ വരുമാനം റെയിൽവേക്ക് സ്വന്തമായത്. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ കടുത്ത യാത്രാ നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്ന 2021 ടിക്കറ്റ് റദ്ദാക്കലിലൂടെ ലഭിച്ച വരുമാനം വളരെ കുറഞ്ഞതായിരുന്നു. ആ വർഷം റദ്ദാക്കൽ വരുമാനം വെറും 3.2 ലക്ഷം രൂപ മാത്രമായിരുന്നു. എന്നാൽ യാത്രാ നിയന്ത്രണങ്ങൾ ക്രമേണ പിൻവലിക്കപ്പെട്ടതോടെ റെയിൽവേ യാത്രകൾ വീണ്ടും സജീവമായി. അതോടൊപ്പം ടിക്കറ്റ് റദ്ദാക്കലിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലും ഗണ്യമായ വർധനവ് ഉണ്ടായി. 2022 ഈ വരുമാനം 28 ലക്ഷം രൂപയായി ഉയർന്നു. റെയിൽവേ യാത്രകളിലെ തിരക്ക് വർദ്ധിച്ചതോടെ 2023 ടിക്കറ്റ് റദ്ദാക്കലിലൂടെ മാത്രം റെയിൽവേക്ക് ലഭിച്ച വരുമാനം 27 കോടി രൂപയായി. തുടർന്നുള്ള വർഷങ്ങളിലും ഈ പ്രവണത ശക്തമായി തുടരുകയായിരുന്നു. 2024 ഏകദേശം 30.3 കോടി രൂപയും 2025 32.9 കോടി രൂപയുമാണ് ടിക്കറ്റ് ക്യാൻസലേഷനിലൂടെ റെയിൽവേക്ക് ലഭിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് എണ്ണം വർദ്ധിച്ചതും അതനുസരിച്ച് റദ്ദാക്കലുകളുടെ എണ്ണത്തിലുണ്ടായ ഉയർച്ചയുമാണ് ഈ വരുമാന വർധനവിന് കാരണമായത്. ഇതിനു പുറമെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ കർണാടക സംസ്ഥാനത്ത് മാത്രം 7,000 ലക്ഷത്തിലധികം യാത്രക്കാരാണ് റെയിൽവേ സേവനം ഉപയോഗിച്ചത്. ഈ കാലയളവിൽ യാത്രക്കാരിൽ നിന്നായി റെയിൽവേ ബോർഡിന് ലഭിച്ച മൊത്തം വരുമാനം 13,748.5 കോടി രൂപയാണെന്നും ഔദ്യോഗിക മാർഗങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, യാത്രാ തീയതികളിലോ പദ്ധതികളിലോ വരുന്ന മാറ്റങ്ങൾ എന്നിവയാണ് ടിക്കറ്റ് റദ്ദാക്കലിന് പ്രധാന കാരണങ്ങളായി മാറുന്നതെന്ന് തെക്കു പടിഞ്ഞാറൻ റെയിൽവേയുടെ വാണിജ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ടിക്കറ്റ് റദ്ദാക്കലുകൾ പ്രത്യേക സീസണുകളോടോ ചില റൂട്ടുകളോടോ മാത്രം ബന്ധപ്പെട്ടുള്ളതല്ലെന്നും ഉയർന്ന റദ്ദാക്കൽ നിരക്കുകളുമായി ബന്ധപ്പെട്ട് ഈ ഡിവിഷനിൽ ഇതുവരെ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്ന ടിക്കറ്റുകൾ യാത്രക്കാർ മറ്റു ഗതാഗത മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, യാത്രാ തീയതികളിലോ പദ്ധതികളിലോ വരുന്ന മാറ്റങ്ങൾ എന്നിവയാണ് ടിക്കറ്റ് റദ്ദാക്കലിന് പ്രധാന കാരണങ്ങളായി മാറുന്നതെന്ന് തെക്കു പടിഞ്ഞാറൻ റെയിൽവേയുടെ വാണിജ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ടിക്കറ്റ് റദ്ദാക്കലുകൾ പ്രത്യേക സീസണുകളോടോ ചില റൂട്ടുകളോടോ മാത്രം ബന്ധപ്പെട്ടുള്ളതല്ല എന്നും ഉയർന്ന റദ്ദാക്കൽ നിരക്കുകളുമായി ബന്ധപ്പെട്ട് ഈ ഡിവിഷനിൽ ഇതുവരെ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ടിക്കറ്റ് റദ്ദാക്കൽ സമയത്തെയും യാത്രാ ക്ലാസിനെയും അടിസ്ഥാനമാക്കിയാണ് റദ്ദാക്കൽ ചാർജുകൾ നിശ്ചയിക്കുന്നത്. ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂറിലധികം മുൻപ് ടിക്കറ്റ് റദ്ദാക്കിയാൽ കുറഞ്ഞ ഫീസ് മാത്രമേ ഈടാക്കുകയുള്ളൂ. AC ഫസ്റ്റ് ക്ലാസിന് 240 രൂപ മുതൽ സെക്കൻഡ് സിറ്റിംഗിന് 60 രൂപ വരെ റദ്ദാക്കൽ ഫീസായി ഈടാക്കുന്നുണ്ട്. മറ്റു ക്ലാസുകൾക്ക് വ്യത്യസ്ത നിരക്കുകളാണ് ബാധകമാകുന്നത്. ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനും 12 മണിക്കൂറിനും ഇടയിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ ബന്ധപ്പെട്ട ക്ലാസിന് നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിന്റെ 25% റദ്ദാക്കൽ ചാർജായി കുറയും. എന്നാൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ റീഫണ്ട് അനുവദിക്കില്ല. RAC അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ കാര്യത്തിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ റദ്ദാക്കിയാൽ ഓരോ യാത്രക്കാരനും 60 രൂപ വീതം കുറച്ച ശേഷമേ റീഫണ്ട് അനുവദിക്കുകയുള്ളൂ. അതിനുശേഷം ഇത്തരം ടിക്കറ്റുകൾക്ക് റീഫണ്ട് ലഭിക്കില്ലെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.